മുമ്പത്തെ കോപ്പ അമേരിക്ക വേൾഡ് കപ്പ് ചാമ്പ്യന്മാരെ അർജന്റീനയും ബ്രസീലും ഉറുഗ്വേയും ഒന്നടങ്ങുന്ന കോപ്പ അമേരിക്ക ഇപ്രാവശ്യം ആര് കൊണ്ടുപോകാനാണ് സാധ്യത? ഫർസീൻ. ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അർജന്റീന തന്നെയാണ്. കാരണം പെർഫോമൻസ് വൈസ് നോക്കിയാൽ അർജന്റീന എത്ര മുമ്പിലാണ് ബാക്കി രണ്ട് ടീമിനെക്കാളും. ഉറുഗ്വേ പിന്നെയും കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റും ഉറുഗ്വേക്ക്. ബ്രസീൽ മുമ്പുണ്ട് കഴിഞ്ഞ രണ്ട് കോപ്പ അമേരിക്ക അപേക്ഷിച്ച് വളരെ ആവറേജ് ടീമാണ്. എനിക്ക് തോന്നുന്നു അർജന്റീന തന്നെയാണ് ഫേവറേറ്റ്സ് ഇപ്രാവശ്യം. ഇപ്പൊ ബ്രസീലിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദ വേസ്റ്റ് സൈഡ് ആയിരിക്കും ഈ കോപ്പ അമേരിക്കയിലേക്ക് ഇറങ്ങുന്നത്. പോരാത്തതിന് ഉറുഗ്വേ ഒക്കെ ഭയങ്കര ഫോമിലാണ്. അർജന്റീനയും തോൽപ്പിച്ചു, ബ്രസീലിനെയും തോൽപ്പിച്ചു. കൂടാതെ അർജന്റീന വരുന്നത് വേൾഡ് ചാമ്പ്യൻ ആയിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു കളിയും ആവേശവും അർജന്റീനയുടെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാം. രോഹിത്. തീർച്ചയായും അർജന്റീന തന്നെയാണ് ഈ ഒരു കോപ്പ അമേരിക്കയിലെ ഏറ്റവും ബെസ്റ്റ് ടീം എന്ന് പറയുന്നത്. ബ്രസീലൊക്കെ ആ ഒരു പഴയ പ്രതാപകാലത്തിന്റെ നിഴലിൽ മാത്രം ഒതുങ്ങി കൂടുന്ന അവസ്ഥയായിട്ടുണ്ട്. സ്ക്വാഡ് നോക്കിയാൽ തന്നെ ലിറ്ററലി അവരൊരു മെയിൻ മാൻ എന്ന് പറയാനുള്ള നെയ്മർ ഇഞ്ചറി കാരണം ഔട്ടായിരിക്കുവാണ് സ്ക്വാഡിന്. അപ്പോൾ തന്നെ അവരെ മെയിൻ പോപ്പും ഇതൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. പിന്നീടുള്ളത് അവരുടെ ബാക്കി പ്ലേയേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ വിനീഷ്യസ്, റോഡ്രിഗോ ഇവരൊക്കെ ക്ലബ് ലെവലിൽ ഹെവി ആയിട്ട് പെർഫോം ചെയ്യുന്ന പ്ലേയേഴ്സാണ്. മറ്റേ ഗബ്രിയൽ മെഗാലസും അതുപോലെ തന്നെ ഗബ്രിയൽ മാർട്ടിനെല്ലി അങ്ങനെയുള്ള എല്ലാ പ്ലേയേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും. പക്ഷെ ഫോർ ദി നാഷണൽ ടീം അവര് അത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തില്ല. ഇൻഫാക്ട് പെർഫോമേ ചെയ്തിട്ടില്ല. വിനീഷ്യസിനൊന്നും ഭാഗത്തുനിന്ന് തീരെ വരുന്നില്ല ക്ലബ് ലെവലിലുള്ള കളി. പിന്നെ ആ ഒരു ഒത്തുണങ്ങിയുള്ള ആ ബ്രസീലിന്റെ എടുത്തു പറയാനുള്ള ഒരു സാമ്പ ഫുട്ബോൾ സ്റ്റൈല് അതൊന്നും ഈ ഒരു ടീമിന്റെ അടുത്തുനിന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലിറ്ററലി ഫർസി പറഞ്ഞ പോലെ തന്നെ ബ്രസീലിന്റെ ഏറ്റവും വേസ്റ്റ് സ്ക്വാഡ് തന്നെ പറയാം ഈ ഒരു സ്ക്വാഡിന്. ഇൻഡിവിജ്വൽ വൈസ് പ്ലേയേഴ്സ് ഒക്കെ ബ്രില്യന്റ് ആണ്. പക്ഷെ ഒരു ടീം വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇവിടെ നള്ളിഫൈഡ് ആവുകയാണ് ഈ ഒരു ടീമിൽ. എനിക്ക് തോന്നുന്നു സാമ്പ ഫുട്ബോൾ എല്ലാം കേട്ടുകേൾവിയായി മാറിയിരിക്കുകയാണ് ഈ ബ്രസീൽ സ്ക്വാഡൊക്കെ. അതന്നെ, സാമ്പ പോയിട്ട് ഇപ്പൊ സാമ്പാർ പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട്. അതെ അതെ. ഷാമിൽ, എനിക്ക് തോന്നുന്നു ബ്രസീലിനേക്കാളും കൂടുതൽ കോമ്പറ്റീഷൻ അർജന്റീനക്ക് കൊടുക്കാൻ പറ്റുന്നതും ആ ഒരു സൈഡിൽ ഫൈനലിലേക്ക് എത്താൻ ചാൻസ് ഉള്ളതും ഉറുഗ്വേയാണ്. ഷാമിലിന് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും ഈ ഒരു കോപ്പ അമേരിക്കയിലേക്ക് വരികയാണെങ്കിൽ അർജന്റീന കഴിഞ്ഞാൽ പിന്നെ ഒരു ഫേവറേറ്റ്സ് ആയിട്ടുള്ളത് ഉറുഗ്വേയാണ്. ഉറുഗ്വേ എന്ന് വെച്ചാൽ ഉറുഗ്വേ കുറച്ച് ഡിഫറെന്റ് ആയി പയയിൽ നിന്ന്. ഇപ്പോൾ മാർസലോ ബിയൽസ എന്ന് പറയുന്ന അത്രയും നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്രൊഫസർ മാനേജർ വന്നതിന് ശേഷം ഉറുഗ്വേ കുറച്ചുകൂടെ നല്ല ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. നല്ല രീതിക്കുള്ള പ്രസിംഗ് ഒക്കെ. പിന്നെ മൊത്തത്തിലൊരു ടീം ഒരു സ്പിരിറ്റ് ആയി. ഇപ്പോൾ കോപ്പ അമേരിക്കക്ക് നല്ല രീതിക്ക് ഒരു ഹോപ്പ് ഉറുഗ്വേയിൽ കാണുന്നുണ്ട്. ഉറുഗ്വേന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ കോപ്പ അമേരിക്കയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻസ് ആണ് അവർക്കുള്ളത്. പിന്നെ ഡിഫൻസ് മാത്രമല്ല അവരുടെ മിഡ്ഫീൽഡ് ആണ് എടുത്തു പറയാനുള്ളത്. മാനുവൽ ഉഗാർത്തെ, ഫെഡറിക്കോ വാൽവർഡെ, പിന്നെ മറ്റേ ബെന്റക്കൂർ, അതുപോലെ അറാസ്കേറ്റ ഇവരൊക്കെ അത്യാവശ്യം നന്നായിട്ട് നാഷണൽ ടീമിന് വരുമ്പോൾ അവര് പെർഫോം ചെയ്യുന്ന ഒരു ഇതാണ്. അത് ബിയൽസ് എത്രത്തോളം വർക്കൗട്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ഈ ടൂർണമെന്റിൽ കണ്ടറിയേണ്ടത്. പിന്നെ ഈ കോപ്പ അമേരിക്കയിൽ തോന്നുന്നു മറ്റൊരു മികച്ച ടീം പറയുന്നത് USA-യും കാനഡയുമാണ്. ഫർസീൻ. അതെ, USA കാനഡ പറയാം. USA കഴിഞ്ഞ 4-5 വർഷമായിട്ട് കോൺകാഫ് കപ്പിലാണെങ്കിൽ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം കോൺകാഫ് കപ്പ് എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്കൻ കപ്പ്. അവിടെ മെക്സിക്കോ ആയാലും സാധാരണ ഡോമിനേറ്റ് ചെയ്യാറ്. പക്ഷെ ഇപ്രാവശ്യം ഈ റീസെന്റ് ഇയേഴ്സിൽ US-നെ ഡോമിനേറ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുമായിരുന്നു. പിന്നെ കാനഡ ബെസ്റ്റ് ഈ വേൾഡ് കപ്പിൽ ക്വാളിഫൈ ചെയ്ത് ഈ ടോപ്പ് ഫുട്ബോളിലേക്ക് ഇപ്പൊ ജെസ്സി മാർഷ്, നമ്മളെ ലീഡ്സിലെ മുമ്പത്തെ കോച്ച് ജെസ്സി മാർഷ് ആണ് കാനഡന്റെ കോച്ച്. അപ്പോ അവിടെ ഒരു ടീം പ്ലേ, അദ്ദേഹത്തിന്റെ ലൈറ്റ് സിക്സ് സ്റ്റൈൽ ഫുട്ബോൾ തന്നെയാണ് കാനഡ കൊടുക്കുന്നത്. അപ്പൊ കാനഡ US സാധാരണ വരുന്ന പുറത്ത് ഒരു ഫേവറേറ്റ്സ് അല്ലാന്ന് കാണപ്പെടുന്ന രണ്ട് ടീംസ് ആണ്.
പക്ഷെ ഇപ്രാവശ്യം അവർക്ക് ചാൻസ് ഉണ്ട് കോപ്പ അമേരിക്കയിൽ. രണ്ടും നല്ല ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. രണ്ട് ടീമിലെ കുറെ പ്ലേയേഴ്സ് ഇപ്പൊ യൂറോപ്യൻ ക്ലബ്സ്, പ്രത്യേകിച്ച് ജർമ്മൻ ഫുട്ബോൾ ബുണ്ടസ് ലീഗയിലാണ് മോസ്റ്റ് ഓഫ് ദ പ്ലേയേഴ്സ് US കളിക്കുന്നത്. അപ്പൊ ആ ഒരു കണക്ഷൻ വെച്ചിട്ട് ഇമ്പ്രൂവ്മെന്റ് നല്ല രീതിയിൽ USA വന്നിട്ടുണ്ട്, കാനഡക്ക് വന്നിട്ടുണ്ട്. അതിൽ കുറച്ചുകൂടി ചാൻസസ് കാണുന്നത് എനിക്ക് തോന്നുന്നു US-ക്കാണ്. കാനഡക്ക് ചാൻസസ് ഇല്ലെന്നല്ല, കാനഡ നല്ല ഫുട്ബോൾ തന്നെയാണ് കളിക്കുന്നത്. ഇപ്പൊ ഫ്രാൻസിനൊക്കെ അർജന്റീനയൊക്കെ ഉള്ള റീസെന്റ് മാച്ചസ് കണ്ടറിയാം. കാനഡ അത്ര ഇൻഡിവിജ്വൽ ടാലൻസ് ഇല്ലെങ്കിൽ പോലും കോച്ചിന് മികവിൽ നല്ല പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അവരെ തള്ളിക്കളയാൻ പറ്റില്ല, നല്ല മുന്നേറ്റുണ്ടാവും. പിന്നെ ഈ കോപ്പ അമേരിക്ക എന്ന് പറഞ്ഞത് കഴിഞ്ഞ കോപ്പ അമേരിക്ക പോലെ ഒന്നല്ല, കുറച്ച് ടീംസ് അധികമുണ്ട്, ഗ്രൂപ്പും അധികമുണ്ട്. അതുകൊണ്ട് കോമ്പറ്റീഷനും മുമ്പത്തെക്കാളും അധികമായിരിക്കും. പിന്നെ എല്ലാ ടീമും, ഈ ഉറുഗ്വേ മാത്രമല്ല, ഇപ്രാവശ്യം കൊളംബിയ ഒക്കെ നല്ല സ്ക്വാഡാണ്, നല്ല റണ്ണിലാണ് കൊളംബിയ ഉള്ളത്. വേൾഡ് കപ്പ് ആണെങ്കിൽ വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് ആണെങ്കിലും പിന്നെ ഈ ഫ്രണ്ട്ലി മാച്ചസിലൊക്കെ നല്ല രീതിക്ക് പെർഫോം ചെയ്ത്. ഇപ്പൊ ജർമ്മനിയെ മറ്റോ തോൽപ്പിച്ചെന്ന് തോന്നുന്നു ഇതിന്റെ അടുക്ക് ഫ്രണ്ട്ലീസ്. നല്ല സ്ക്വാഡാണ് കൊളംബിയക്കുള്ളത്. ലൂയിസ് ഡിയാസ് ആണെങ്കിൽ ഇപ്പൊ ജെയിംസ് റോഡ്രിഗസ് നല്ല രീതിയിൽ ജെയിംസ് റോഡ്രിഗസ് റീസെന്റ് ആയിട്ട് നല്ല ഫോമിൽ കൊളംബിയക്ക് വേണ്ടി കളിച്ചുകൊണ്ട് നല്ല ഫോമിലാണ്. അല്ല, അർജന്റീനക്കെതിരെയുള്ള ഇപ്പൊ ഇൻഡിവിജ്വൽ പ്ലേയേഴ്സിനെ നോക്കിയാൽ അർജന്റീനക്കെതിരെയുള്ള ഫസ്റ്റ് ഹാഫ് കളി കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ട ട്രെൻഡ് എന്ന് വെച്ചാൽ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ ഇംഗ്ലണ്ട് യൂറോയിൽ കളിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് കളിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് സോഷ്യൽ മീഡിയസിലൊക്കെ ട്രെൻഡ് കാണുന്നുണ്ട്. അത്രയ്ക്കും നല്ല പെർഫോമൻസ് ആണ് കാനഡ കാഴ്ചവെക്കുന്നത്. അപ്പൊ ആ ഗ്രൂപ്പിൽ അവർക്കെതിരായി നിൽക്കുന്നത് ചിലെയാണ്. ചിലെ എനിക്കൊന്ന് കോപ്പ അമേരിക്കയിലെ തന്നെ മോസ്റ്റ് അണ്ടർ റേറ്റഡ് ടീമാണ് ചിലെ എന്ന് തോന്നുന്നു. എന്ത് പറയുന്നു റോഹിത്? ചില തീർച്ചയായും അവർക്ക് ഒരു നല്ലൊരു റണ്ണ് കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു അണ്ടർ ദ സ്റ്റോറി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ എനിക്ക് തോന്നുന്നു കാനഡ തന്നെയായിരിക്കും അവരെ ഓവർകം ചെയ്തിട്ട് കയറാൻ ഏറ്റവും കൂടുതൽ ചാൻസ്. കാരണം കാനഡക്ക് ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്, ടീമിനെ ഒരു ലെവലിലേക്ക് എത്തിക്കണം. ആ ഒരു ടീം സ്റ്റാർ പ്ലേയേഴ്സ് കുറെ ഉള്ളതിലല്ല കാര്യം, ആ ഒരു സ്റ്റാർഡമിലല്ല കാര്യം, ടീം വർക്കിലാ കാര്യം എന്ന് തെളിയിച്ച ഒരു ഗെയിമാണ് ഫുട്ബോൾ. നമുക്കറിയുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിന്റെ ആണ്. അപ്പോ കാനഡ എന്ന് പറഞ്ഞിട്ടുള്ള ടീം അവര് ഒത്തൊരുമയോടുകൂടി നല്ല രീതിക്ക് കളിക്കുന്നുണ്ട്. അപ്പോ അത് അവർക്ക് നല്ല രീതിക്ക് ഇതായിരിക്കും. ചില എനിക്ക് തോന്നുന്നു കുറച്ചായിട്ട് ഒരു ഡൗൺ ആയി നിൽക്കുവാണ്. അവരെ റീസൺ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാല് മാച്ച് റിസൾട്ട് വൈസ് അവർ കുറച്ച് ഡൗൺ ആയി നിൽക്കുവാണ്. അപ്പൊ ഇപ്പോ ഈ ഒരു സൈഡ് അർജന്റീന ഫൈനലിലേക്ക് എത്തിയ ആസ് വി ഓൾ എക്സ്പെക്ടിങ്, അർജന്റീന ഒരു സൈഡിലൂടെ ഫൈനലിലേക്ക് എത്തിയാൽ തന്നെ ഉറുഗ്വേയും ബ്രസീലുമായിരിക്കും മറ്റൊരു സൈഡിൽ സെമിയിൽ കാണാൻ പോകുന്നത്. അപ്പൊ അതിൽ ആര് ജയിക്കാനാണ് സാധ്യത? അതായത് അർജന്റീനക്ക് എതിരാളിയായി ആര് വരാനാണ് സാധ്യത? ഷാമിൽ? തീർച്ചയായിട്ടും അത് മിക്കവാറും ഉറുഗ്വേ ആവാനാണ് ചാൻസ്, നിലവിലത്തെ ഒരു ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ. കാരണം ബ്രസീലിനേക്കാൾ കൂടുതൽ നല്ലൊരു ഗെയിം അവർക്ക് ഉണ്ട്, ഗെയിം പ്ലാൻ ഒക്കെ നല്ല രീതിക്കുള്ള ഒരു പ്രസിംഗ് ടീമാണ് അവര് സെറ്റായിട്ടുള്ള. അപ്പോ അവരുടെ മെന്റാലിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഒരു ടീമിനെന്ന് വെച്ചാൽ ഒരു വിന്നിങ് മെന്റാലിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. അത് ഈ ബ്രസീലില് റീസെന്റ് ആയിട്ട് വളരെ കുറവാണ്. ആ ഒരു സാധനം ബ്രസീലിൽ നിന്ന് കാണുന്നില്ല മൊത്തത്തില്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉറുഗ്വേക്കായിരിക്കും കുറച്ചു കൂടുതൽ ചാൻസ് ഫൈനലിൽ കളിക്കാൻ അർജന്റീനയായിട്ട്. ഫർസീൻ, ഇപ്പോൾ ഷാമില് പറഞ്ഞ പോലെ ഉറുഗ്വേ ബ്രസീലിനെ സെമിയിൽ തോൽപ്പിക്കുന്നു, എന്നിട്ട് മറ്റേ സൈഡിൽ അർജന്റീന എത്തുകയാണെങ്കിൽ ഭയങ്കര ഒരു മത്സരമായിരിക്കും. ഉറുഗ്വേയും അർജന്റീനയും തമ്മിലുള്ള ഒരു അടിപൊളി ഫൈനൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെയും കപ്പിൽ അവസാനം മുത്തമിടുന്നത് ആരായിരിക്കും ഫർസീൻ? അതിപ്പോ അത് ബ്ലോക്ക് ബസ്റ്റർ മാച്ച് ആയിരിക്കും ഉറുഗ്വേ അർജന്റീന ഫൈനൽ വന്നത്. കാരണം ഉറുഗ്വേയിൽ ഓഫ് കോഴ്സ് മാർസെലോ ബിയൽസ ആണ് ജീനിയസ് കോച്ച്. അദ്ദേഹം എന്തായാലും സോഫ്റ്റ് ഗെയിമിന് പോലെ, ഡിഫൻസീവ് ലോ ബ്ലോക്ക് ഗെയിമിന് പോലെ അദ്ദേഹം എന്തായാലും അറ്റാക്ക് ചെയ്യും. എതിർ ടീമില് എത്ര വലിയ കൊലകൊമ്പന്മാർ വന്നെങ്കിൽ അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നത്. അതിപ്പോ ലീഡ്സിന്റെ 2021 സീസൺ എതിർ ടീം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹം എത്ര ഇങ്ങോട്ട് അറ്റാക്ക് വരുന്നത് നോക്കുക, എത്ര ഓപ്പൺ ഡിഫൻസ് ലൈൻ ബ്രേക്ക് ആവുന്ന അത് നോക്കില്ല. അദ്ദേഹം ഫുൾ അറ്റാക്ക് മോഡാണ് കളിയത്. അപ്പൊ അദ്ദേഹം എന്തായാലും നല്ല ടോപ്പ് പെർഫോമൻസ് തന്നെ ഉറുഗ്വേ അർജന്റീനക്കെതിരെ കാഴ്ചവെക്കും. പിന്നെ ബ്രസീൽ കാരണം സെമി അർജന്റീനയുടെ ഫൈനലിൽ വിന്നിംഗ് സ്ട്രീക്ക് ബ്രേക്ക് ചെയ്ത ഏക ടീമാണ് ഉറുഗ്വേ. അപ്പൊ ആ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള കളി കാണാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും.
തീർച്ചയായും. കാരണം അർജന്റീനക്ക് ഇൻഡിപെൻഡന്റ് ഗെയിം തന്നെ ആയിരിക്കും. ഓൺ സൈഡ് ഗെയിം അർജന്റീനക്ക് ഒരു എന്തായാലും പ്രതീക്ഷിക്കേണ്ട. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ട്. അർജന്റീനക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സ്റ്റൈൽ ഉണ്ട്. ഇപ്പോ അവര് കൂടുതലും അറ്റാക്ക് മാത്രമല്ല, അറ്റാക്ക് കളിക്കുന്നിടത്ത് അവർ അറ്റാക്ക് കളിക്കുകയും ചെയ്യും, ഡിഫൻസ് കളിക്കുന്നിടത്ത് ഡിഫൻസ് കളിക്കുകയും ചെയ്യും. ഒരു അതന്നെ വേഴ്സറ്റാലിറ്റി അതന്നെ. ഈ ഉള്ള ഒരു ടീമാണ് അർജന്റീന. അതാണ് ഒരേ ഒരു കളി കപ്പ് തന്നെ ടൂർണമെന്റിലേക്ക് വരുമ്പോൾ ഒരു ടീമിന് വേണ്ട ഒരു ഡിഫറെന്റ് സാധനം. സ്റ്റൈൽസ് ഓഫ് ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് പ്ലേ ആണ് അർജന്റീന ഒരേ കളി. ഒരേ കളി ഒരു ടൈം നല്ല അറ്റാക്കിംഗ് ആയിരിക്കും, പിന്നെ എതിരാളികൾക്ക് ഫേസിൽ കളിക്കുന്ന ഒരു സ്റ്റൈലാണ്. എതിരാളിക്ക് അനുസരിച്ചിട്ട് മാത്രമല്ല, കളിയുടെ ഗതി അനുസരിച്ചിട്ട് മാറും കളി. ചില ടൈമിൽ ലോ ബ്ലോക്കിൽ പോകും, പെട്ടെന്നായിരിക്കും മാറിയത് അറ്റാക്ക് പോകുന്നത്. ഈ അർജന്റീനയുടെ ഒരു നമ്മള് യുണീക് നമ്മള് സ്ട്രാറ്റജിയാണ് അത്. ഈ വേൾഡ് കപ്പിൽ കണ്ട പോലെ എനിക്ക് തോന്നുന്നു അർജന്റീനയുടെ ശക്തി എന്ന് വെച്ചാൽ എതിരാളിയുടെ കളി സ്ട്രോങ് ആവും തോറും അർജന്റീനയുടെ കളിയും കൂടി സ്ട്രോങ് ആയി മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ടീം സൈഡ് നോക്കി ഇൻഡിവിജ്വൽ പെർഫോമൻസിലേക്ക് വന്ന ബെസ്റ്റ് ഗോൾ കീപ്പർ, ബെസ്റ്റ് പ്ലെയർ, ടോപ്പ് സ്കോററുടെ വിഷയത്തിലേക്കൊക്കെ വന്ന എങ്ങനെയൊക്കെ ആയിരിക്കും റോഹിത്? ടോപ്പ് സ്കോറർ ഞാൻ ഇത്തവണ ലൗട്ടാറോ മാർട്ടിനസിന് റൂട്ട് ചെയ്യാണ്. കഴിഞ്ഞ കുറച്ച് മാച്ചസ് ആയിട്ട് ലൗട്ടാറോ എന്റെ അഭിപ്രായത്തിൽ ഡീസന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ അർജന്റീനയുടെ കഴിഞ്ഞ കോപ്പ അമേരിക്ക ക്യാമ്പയിൻ നോക്കിയാലും ഈ വേൾഡ് കപ്പ് ക്യാമ്പയിൻ നോക്കിയാലും ഗോൾ സ്കോറിംഗ് വൈസ് ലൗട്ടാറോ കുറച്ച് ഡൗൺ ആയിരുന്നു. പക്ഷേ കറന്റ് ഫോമും അതുപോലെ തന്നെ ഇപ്പൊ അർജന്റീനയ്ക്ക് വേണ്ടി അവൻ കളിക്കുന്ന ഒരു റണ്ണും ഇതൊക്കെ വെച്ചിട്ട് ഗോൾ സ്കോറർ ഞാൻ എന്തായാലും അവൻ എന്നെ റൂട്ട് ചെയ്യുന്നത്. ബെസ്റ്റ് പ്ലെയർ ആയിട്ട് കഴിഞ്ഞ കളിയിൽ എത്ര പെട്ടെന്ന് ഇമ്പാക്ട് ചെയ്തത്. ലൗത്താറോ വരുന്നു, അതെ 2 ഇൻസിസീവ് ഇടുന്നു, ഗോൾ അടിക്കുന്നു. ആ മെസ്സിയും ലൗത്താറോ കണക്ഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിച്ചു. അതെ, പെട്ടെന്നുള്ള ഒരു ഇമ്പാക്ട് ആയിരുന്നു. ആ ഒരു ഒരുപാട് ഇമ്പാക്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അത്യാവശ്യം. മുന്നത്തെക്കാളും ആ ഒരു വേൾഡ് കപ്പില് കുറച്ച് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ലൗത്താറോ ശരിക്കും പറഞ്ഞ. അതെ അതിൽ നിന്ന് കുറച്ച് ഇമ്പ്രൂവ് ആയിട്ട് ഇമ്പ്രൂവ് ആയതല്ല വന്നിട്ടുണ്ട്. ലൗട്ടാറോ ഇമ്പ്രൂവ് ഫോം അവന്റെ ഫോം തിരിച്ചു വന്നു എന്ന് പറയാം. വേൾഡ് കപ്പിൽ ഡിപ്പ് പറയാം. തിരിച്ചു വന്നു. കഴിഞ്ഞ കോപ്പ അമേരിക്ക ആണ് പറയാം പുള്ളിയുടെ ലെവൽ എന്താണ് ഇന്റർനാഷണൽ അതെ. പ്ലെയർ ആണ് അത്രേ ലൗട്ടാറോ. അപ്പോ ബെസ്റ്റ് പ്ലെയറിനെ കുറിച്ച് പറയും റോഹിത്. ബെസ്റ്റ് പ്ലെയർ ലൈക്ക് എല്ലാവരും മെസ്സിക്ക് റൂട്ട് ചെയ്യുന്നു. ഞാന് അഗൈൻ ലൗട്ടാറോക്ക് തന്നെ റൂട്ട് ചെയ്യുന്നത് ബെസ്റ്റ് പ്ലെയർ. ലൗട്ടാറോന്റെ ആ ഒരു ഇമ്പാക്ട് ഇപ്പൊ ഫസ്റ്റ് മാച്ചിൽ നമ്മൾ കണ്ട ഇമ്പാക്ട് തന്നെ ആയിരിക്കും മിക്കവാറും അവന് ഈവൻ ബെഞ്ചിൽ നിന്ന് വന്നാലും അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ വന്നാലും. കാരണം അവനൊരു പീക്കിൽ നിൽക്കുന്ന ഒരു ടൈമാണ് ഇപ്പോ. പ്രത്യേകിച്ച് ഗോൾ സ്കോറിങ്ങിന്റെ മാത്രമല്ല ഒരു ടീമായിട്ടുള്ള ലിങ്കപ്പ് അവന് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ആ ഒരു വേൾഡ് കപ്പ് ക്യാമ്പയിന്റെ ആ ഒരു 2022-23 ആ ഒരു ടൈമിന്റെ ഒക്കെ ടൈമിൽ ഇവന് മെയിൻ ഇഷ്യൂ ഉണ്ടായിരുന്ന ഒരു ലിങ്കപ്പ് ശരിയാവാത്തതുകൊണ്ടാണ് ഇവന് ഗോൾ സ്കോറിങ് കറക്റ്റ് വരാണ്ടിരുന്നത്. ലിങ്കപ്പ് ശരിയാവാതെ ഉള്ളപ്പോ ഇവൻ മെന്റലി ഒന്ന് ഡൗൺ ആയപ്പോ ഇവന്റെ ഗോൾ സ്കോറിങ് നല്ലോണം അഫക്റ്റ് ആയി. അപ്പൊ ഇത്തവണ അത് നല്ല രീതിക്ക് കഴിഞ്ഞ റീസെന്റ് ഫോമിൽ തന്നെ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഐ റൂട്ട് ഫോർ ലൗട്ടാറോ അഗൈൻ. ഓക്കെ, ഫർസീൻ, ഇനി താങ്കളുടെ അഭിപ്രായത്തിൽ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് കരുതാവുന്നത് ആരൊക്കെയായിരിക്കും? എനിക്ക് തോന്നി ഈ കോപ്പ അമേരിക്കയിൽ ബെസ്റ്റ് പ്ലെയർ ആവാൻ ചാൻസ് രണ്ട് പ്ലേയേഴ്സ് ആണ് എനിക്ക് തോന്നുന്നത്. ഒന്ന് അലക്സിസ് മെക്കാലിസ്റ്റർ, പിന്നെ ഒന്ന് ഫ്രെഡറിക്കോ വാൽവെർഡെ. എനിക്കൊന്ന് മിഡ്ഫീൽഡേഴ്സിന്റെ ഭാഗത്താണ് ഇപ്രാവശ്യം ഇമ്പാക്ട് വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത്, പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ബെസ്റ്റ് ടോപ്പ് സ്കോറിന്റെ സ്റ്റാൻഡ് ഔട്ടാണ്. കാരണം ഞാൻ റൂട്ട് ചെയ്ത ഡാർവിൻ ന്യൂനസ് ആണ്. കാരണം ഇന്റർനാഷണൽ പുള്ളി ഡിഫറെന്റ് ഗ്രേവിയാണ്. ഈ ക്ലബ് ലെവല് പോലെയല്ല, അദ്ദേഹം ഭയങ്കര പ്രോലിഫിക് ആണ് ഇന്റർനാഷണൽ ലെവലില്. അതുകൊണ്ട് ഞാൻ റൂട്ട് ചെയ്യുന്നത് ഡാർവിൻ ന്യൂനസിനാണ്. പിന്നെ ബെസ്റ്റ് ജി കെ മിക്കവാറും തന്നെ. ബെസ്റ്റ് ഗോൾ കീപ്പറിൽ എനിക്കൊരു ചേഞ്ച് ഉണ്ട്. ഞാൻ എനി മാർട്ടിനസിനോ അല്ലെങ്കിൽ ബ്രസീലിന്റെ എഡർസൺ അല്ലെങ്കിൽ ആലിസൺ അല്ല റൂട്ട് ചെയ്യുന്നത്. ഉറുഗ്വേന്റെ സെർജിയോ റോഷയ്ക്കാണ് റൂട്ട് ചെയ്യുന്നത്. അതെ, എനിക്കൊന്ന് ഉറുഗ്വേ സെമിയിലേക്ക് എത്തും അല്ലെങ്കിൽ ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ ആ ഒരു ഗോൾ കീപ്പറിന്റെ ഇമ്പാക്ട് വളരെ വലുതായിരിക്കണം. കാരണം അത്രയ്ക്കും ഓപ്പൺ അറ്റാക്കിംഗ് മാച്ചസ് ആയിരിക്കും ഉറുഗ്വേ ഫേസ് ചെയ്യാൻ പോകുന്നത്. അതെ അതെ. പിന്നെ ഉറുഗ്വേ അർജന്റീന ഒരു മാച്ച് വന്നു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ലോകം കണ്ട ഏറ്റവും ബെസ്റ്റ് ഫിസിക്കൽ ബാറ്റിലായിരിക്കും വേറൊരു കാര്യം കൂടി ഉണ്ട്. കൊളംബിയനെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു ടീമാണ് ഈ ഒരു ടൂർണമെന്റിലേക്ക് വരുമ്പോ മൂന്നാമതൊരു ഓപ്ഷൻ ആയിട്ട്. കൊളംബിയ എനിക്ക് തോന്നുന്നു ഏറ്റവും പേസിംഗ് വിങ്ങേഴ്സ് ആയിട്ടുള്ള ടീം കൊളംബിയ ആയിരിക്കും ഈ കോപ്പ അമേരിക്കയിൽ തന്നെ.
കൊളംബിയ എനിക്ക് തോന്നുന്നു ഡാർക്ക് ഹോഴ്സ്. കൊളംബിയ, യൂറുഗ്വേ, അർജന്റീന, ബ്രസീലിനൊക്കെ ടോപ്പ് 4 ആയിട്ട് വരുന്ന ടീം തന്നെയാണ് ഈ കോപ്പ അമേരിക്കയിൽ. അതുകൊണ്ട് കൊളംബിയയെ ചെറുതായി കാണാൻ പറ്റില്ല. രോഹിത് കണ്ടിന്യൂ. കൊല്ലക്കൊന്ന് എന്റെ ഒരു ഒപ്പീനിയനില് ബെസ്റ്റ് പ്ലെയർ ആയിട്ട് വരുന്ന വെച്ചാല് ലൂയിസ് ഡിയാസ് ആയിരിക്കും. കാരണം ലൂയിസ് ഡിയാസ് വിനീഷ്യസ് ജൂനിയർ. ഇപ്പോ കൊളംബിയക്ക് വേണ്ടി മാത്രമല്ല, ലിവർപൂളിന് വേണ്ടി നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന പ്ലെയർ ആണ്. വിങ്ങിൽ അത്ര നല്ലൊരു ട്രിപ്പിളറാണ്. ഒരു കോപ്പ അമേരിക്കയിൽ എന്തോ ടോപ്പ് സ്കോറർ എന്തോ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്റെ ഒരു അറിവില് പുള്ളി. ലാസ്റ്റ് കോപ്പ അമേരിക്കയിൽ ജോയിന്റ് ടോപ്പ് സ്കോറർ മെസ്സിയുടെ. go for Luis Diaz. ബെസ്റ്റ് GK മിക്കവാറും എമിലിയാനോ മാർട്ടിനസ് ആയിരിക്കും. എമിലിയാനോ മാർട്ടിനസ് ഓൾറെഡി കഴിഞ്ഞ ആദ്യത്തെ കളി തന്നെ ഓൾറെഡി തന്റെ ലെവൽ ഓൾറെഡി കാണിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ മെസ്സിയുടെ പെർഫോമൻസ് നോക്കിയാലും തന്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ചാൻസസ് മിസ് ചെയ്ത ഒരു കളിയായിരിക്കും അത്. പക്ഷെ സ്റ്റിൽ ഒരു ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു. ഇതൊക്കെയാണ് മെസ്സിയെ പോലുള്ള ഒരു ജൈജാന്റിക് പ്ലെയർ അല്ലെങ്കിൽ എക്കാലത്ത് മികച്ച പ്ലെയർ ടീമിൽ ഉണ്ടാവുമ്പോൾ ഒരു പ്ലസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ റൂട്ട് ചെയ്യുന്നത് ഇപ്രാവശ്യവും മെസ്സിക്ക് തന്നെയായിരിക്കും. കാരണം അഫ്കോഴ്സ് ഈവൻ എന്തോ MVP ആയില്ലെങ്കിലും ആ കളിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇമ്പാക്ട് ഭയങ്കര വലുതാണ്. അപ്പൊ ഇപ്പൊ അർജന്റീന ഓൾറെഡി ഫൈനലിൽ എത്തിയ മിക്കവാറും മെസ്സിക്ക് തന്നെ ആയിരിക്കും ബെസ്റ്റ് പ്ലെയർ അവാർഡ് പോകുന്നത്. രോഹിത് എന്ത് പറയുന്നു? മെസ്സിക്ക് പോവായികൊന്നുമില്ല. മെസ്സിന്റെ ആ ഒരു കളിയിലുള്ള ഒരു ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാല് ഒന്ന് കമ്പാരിറ്റീവ്ലി ഒന്ന് സ്ലോ ആയിട്ടുണ്ട് ആള്. ഫിസിക്കലി ഒരു ഡൗൺ ആയിട്ടുള്ള, മേ ബി ഏജിങ് നല്ല രീതിക്ക് കാച്ചപ്പ് ചെയ്തിട്ടുണ്ടാവും. ഫിസിക്കലി ഒന്ന് ഡൗൺ ആയിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പോസ്റ്റ് 2022 ആ ഒരു വേൾഡ് കപ്പ് ആ ഒരു ഫോമിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാനൊരു ഫിസിക്കാലിറ്റീന്റെ കാര്യത്തിലാണ്. ലൈക്ക് ഒന്ന് ബോഡി മേ ബി വെയിറ്റ് വെച്ചിട്ടുണ്ടാവാം, നമുക്ക് കാണാൻ പറ്റില്ലായിരിക്കും. ഒന്ന് ഡൗൺ ആയിട്ടുണ്ട്. ഒരു ഏജിങ് നല്ല രീതിക്ക് കാച്ചപ്പ് ചെയ്ത പോലെ ഉണ്ട്. ടെക്നിക്കലി പേസ് ആയാലും വിഷനിലും ആ ഒരു ടെക്നിക്കൽ എബിലിറ്റീസിലൊന്നും മാറ്റില്ല. സ്റ്റിൽ ഹി ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഡ്രിബ്ലിംഗ്, ഇൻ ടേംസ് ഓഫ് ഹിസ് വിഷൻ, പാസിംഗ് എല്ലാം. പക്ഷേ ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഫിസിക്കാലിറ്റിന്റെ കേസിൽ മെസ്സി ഒന്ന് ഡൗൺ ആയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലൗട്ടാറോ ആയിരിക്കും മിക്കവാറും. കാരണം മെസ്സി അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു, മെസ്സിക്ക് ഇമ്പാക്ട് ഇല്ല എന്നുള്ള ഒരു ഇതല്ല. അവിടെ എവിടെയോ എന്റെ ഒരു മനസ്സിൽ ഞാൻ ലൗട്ടാറോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സഡൻ ഇമ്പാക്ട് അർജന്റീനക്ക് മാച്ചസ് വിൻ ചെയ്ത് അതൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പ്ലസ് പോയിന്റ് ആയിട്ട് അവനൊരു ടൂർണമെന്റിൽ MVP ആവാനുള്ള ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി നമ്മൾ ബ്രസീലിലേക്ക് വരികയാണെങ്കിൽ ബ്രസീലിന്റെ കഴിഞ്ഞ 10 വർഷങ്ങളിലെ ബെസ്റ്റ് പ്ലേയേഴ്സ് ആയ, അതായത് വെൽ എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സ് ആയ തിയാഗോ സിൽവ, ഫാബീഞ്ഞോ, പിന്നെ മിഡ്ഫീൽഡിലെ ടാങ്ക് എന്നറിയപ്പെടുന്ന കാശ്മീറോ ഒന്നും ഇപ്രാവശ്യം ബ്രസീൽ സ്ക്വാഡിലേക്ക് സെലക്ടഡ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു കുഞ്ഞു പിള്ളേരെ വെച്ച് ബ്രസീലിന്റെ കളി എത്രത്തോളമായിരിക്കും ഫർസി? അതാണ് എടുത്തു പറയാനുള്ള പ്രശ്നം. അതാണ് കാരണം ഈ ഈ ബ്രസീലില് സ്ക്വാഡ് ഇപ്പൊ ട്രാൻസിഷൻ ആണ് നടത്തുന്നത്. കാരണം ഇപ്പൊ നടന്ന ട്രാൻസിഷൻ ഫോഴ്സ്ഡ് ട്രാൻസിഷൻ പോലെയാണ് തോന്നുന്നത്. കാരണം ഇത്ര പെട്ടെന്ന് ഒരു ട്രാൻസിഷൻ വന്നൂടാ ടീം ചേഞ്ചസിൽ. ഗ്രാജുവലി കുറച്ച് എക്സ്പീരിയൻസ് പ്ലേയേഴ്സിനെ കീപ്പ് ചെയ്താണ് ട്രാൻസിഷൻ കൊണ്ടുവരുന്നത്. ഇത് നോക്കൂ, കഴിഞ്ഞ വേൾഡ് കപ്പിലുള്ള സ്ക്വാഡിലുള്ള കുറച്ച് പ്ലേയേഴ്സേ ഉള്ളൂ. സീനിയർ പ്ലേയേഴ്സ് ആയിട്ടുള്ളത് മാർക്കിഞ്ഞോസ്, ആലിസൺ മാത്രം. തിയാഗോ സിൽവ, കാസമിറോ, റിച്ചാർഡ്സൺ, ജീസസ്, ഫാബീഞ്ഞോ. അലക്സാൻഡ്രോ, ഡാനിലോ ഉണ്ട്, അലക്സാണ്ടർ, ഇവരൊക്കെ ഒന്നടങ്കം പുറത്താക്കി. ഒരു ട്രാൻസിഷൻ ടൈം കൊടുക്കണമല്ലോ. ഈ കോപ്പ അമേരിക്ക ഓടിഞ്ഞിട്ട് വേൾഡ് കപ്പ് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ടൈമിൽ അവർ ഒഴിവാക്കായിരുന്നു. പക്ഷെ ഒരു ഒറ്റയടിക്ക് ഒഴിവാക്കിക്കൊണ്ട് ഈ ടീം തമ്മിൽ കെമിസ്ട്രി ഇല്ല. എല്ലാം പുതിയ പ്ലേയേഴ്സ് മാത്രമല്ല, അധികവും ഡെബ്യൂട്ടൻസ് ആണ് ഇപ്പൊ ബ്രസീലിനോട് സ്റ്റാർട്ട് ചെയ്യുന്നതും.
മെയിൻ പ്ലേയേഴ്സ് ആയിട്ടുള്ളത്. പുതിയ പുതിയ പ്ലേയേഴ്സ് 10 ക്യാപ്പിൽ കുറവുള്ള പ്ലേയേഴ്സ് ആണ് ഇപ്പൊ അധികം ഉള്ളത്. സ്റ്റാർട്ടർ ഇപ്പോ പെരേര ആയാലും ഗുയിമാറസ് ആയാലും, പിന്നെ സ്ട്രൈക്കർ ഉള്ളത് എൻട്രിക്കും ഇവാൻസൺ ആണ്. അവർ ഈക്വൽ 2024 ഡെബ്യൂട്ട് ചെയ്ത 2 പ്ലേയേഴ്സ് ആണ്. അപ്പോ എക്സ്പീരിയൻസ് ഇതുപോലത്തെ കോപ്പ അമേരിക്കയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ടറാണ്. എക്സ്പീരിയൻസ് ആണ് കെമിസ്ട്രി. ബ്രസീൽ ടീം ഏറ്റവും വലിയ നേരിടുന്ന പ്രശ്നം കെമിസ്ട്രി ആണ്. പുതിയ പ്ലേയേഴ്സിന് എക്സ്പീരിയൻസ് പ്ലേയേഴ്സിന് അണ്ടറിലാണ് കളിച്ചിട്ട് പോയത് ശീലമുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസീവ് ലൈനിൽ തിയാഗോ സിൽവ ഇല്ല, ആരുമില്ല. പുതിയ ബെറാൾഡോ PSG റീസെന്റ് ആയിട്ട് റൈസ് ചെയ്തെന്ന് ബെറാൾഡായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് ഇൻഎക്സ്പീരിയൻസ് വലിയൊരു ഘടകമായിരിക്കും. അതായത് ഇൻഎക്സ്പീരിയൻസ് ആണ് ബ്രസീലിന് ഫേവറേറ്റ്സ് അല്ലാതാക്കുന്നതും പിന്നെ സ്ട്രോങ് അല്ലാതാക്കുന്നത്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് കാസമിറോ ക്യാപ്റ്റൻ ആയിരുന്നു. ക്യാപ്റ്റനായിട്ട് അനൗൺസ് കഴിഞ്ഞ ഡിസംബറിലോട്ട് ക്യാപ്റ്റൻ ആക്കിയതാണ്. പുള്ളിയെ പെട്ടെന്ന് ക്യാപ്റ്റൻ ആയിരുന്നു, പുള്ളിയെ സെലക്ട് ആക്കാതെ ഒഴിവാക്കി വിട്ടു. അതൊക്കെ ബ്ലണ്ടർ ആണ്. ഇത്ര ഇമ്പോർട്ടന്റ് അതും ഫോം ഔട്ട് ആണ് തീർച്ചയായും. പക്ഷെ ഫോം ഔട്ട് ആണെങ്കിൽ ഇതുപോലത്തെ ടൂർണമെന്റ്സിൽ എക്സ്പീരിയൻസ് പ്ലേയേഴ്സിന്റെ പാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ആ എക്സ്പീരിയൻസ് ഇല്ലായ്മക്ക് ഒന്ന് ബ്രസീൽ നല്ലപോലെ ബാധിക്കും. എൻട്രിക്കിനെ പോലെ യങ് പ്ലേയേഴ്സിനെ റിലേ ചെയ്യാൻ പറ്റില്ല. എൻട്രിക്ക് മാത്രമല്ല, മുമ്പിലുള്ളത് അധികം ഈ റോഡ്രിഗോ ആണെങ്കിലും വിനീഷ്യസ് ആണെങ്കിലും ഇന്റർനാഷണൽ പ്രൂവ് ചെയ്ത പ്ലേയേഴ്സ്. കുറച്ചും കൂടി പ്രൂവ് ചെയ്ത ഔട്ട് ഓഫ് ഫോം ആണെങ്കിൽ കുറച്ച് ജീസസ് ആണ്, ഫെർമിൻ ആണ്, ഇവരൊക്കെ സെലക്ട് ചെയ്യാമായിരുന്നു കുറച്ചൊക്കെ ഒരു എക്സ്പീരിയൻസ് ലെവലിൽ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ബ്രസീലിനെ ഈ എക്സ്പീരിയൻസ് ഇല്ലായ്മ നല്ലപോലെ ബാധിക്കും തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്താ പുത്തൻ പ്ലേയേഴ്സുമായിട്ട് യങ് പ്ലേയേഴ്സുമായിട്ട് വരുന്ന ബ്രസീൽ ഒരു ഭാഗത്ത്, ബെസ്റ്റ് ഗോൾ കീപ്പർ, നിലവിലെ ചാമ്പ്യന്മാർ, ബെസ്റ്റ് പ്ലേയേഴ്സ് ആയി വരുന്ന അർജന്റീന മറ്റൊരു ഭാഗത്ത്, കപ്പടിക്കാൻ ഏറെ സാധ്യതയുള്ള ഉറുഗ്വ ഒരു ഭാഗത്ത്. അപ്പോൾ കണ്ടറിയാം ഈ കോപ്പ അമേരിക്ക എങ്ങനെയായിരിക്കുമെന്ന്. ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫർസീൻ, രോഹിത് ആൻഡ് ഷാമിൽ. താങ്ക് യു. Thank you.